നമ്മൾ കളിക്കാൻ പോകുന്ന ഫണ്ണി TNT ഗെയിമാണ്. ഇപ്പൊ എന്താ അവിടെ ഇമ്മോർട്ടലാണോ? ഓ ഞാൻ വിദേശത്ത് പോയി പോകട്ടെ. ആ വിജിലൻസിന്റെ റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കാൻ പറയാം. അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാര് എഴുതി കൊടുക്കുന്ന റിപ്പോർട്ടൊന്ന് വായിച്ചു നോക്കാൻ പറയാം. അതൊക്കെ ഞാനും അറിയുമല്ലോ. നിയമസഭയിലെ റൂൾ ഓഫ് പ്രൊസീജിയറിലെ രണ്ടിന്റെ നിയമസഭാ സമാധാന രീതിയിൽ സ്പീക്കർ നടപടി സ്വീകരിക്കണമെന്ന് ശുപാർശ കൂടി ഉണ്ടോ ഞാൻ മനസ്സിലാക്കി. അല്ലാതെ ഇത് ഒരു കൊല്ലം മുമ്പല്ലേ സ്പീക്കർ നടപടി സ്വീകരിക്കുന്നത്? സ്പീക്കർ എന്ത് നടപടിയാണ് ഈ കേരളത്തിൽ സ്വീകരിക്കുന്നതെന്ന് അന്വേഷണം ഇലക്ഷനായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നടപടിക്രമങ്ങൾ ആ കേസിൽ നടന്നിട്ടുണ്ട്. നമ്മളല്ലേ ഒരു പ്രാവശ്യം വളരെ വിശദമായി അന്വേഷിച്ചു. എന്നിട്ട് ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല എന്ന് വിജിലൻസ് എന്ന റിപ്പോർട്ട് കൊടുത്തു. അത് ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ച് കേസ് ഡ്രോപ്പ് ചെയ്തു. രണ്ടാമത് വീണ്ടും ഒരു പരാതി, അങ്ങനെയുള്ള പരാതി എഴുതി വെച്ചിട്ടുള്ള, പിന്നീട് വീണ്ടും പരാതി എഴുതി വെച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിന്റെ ഒരു ഭാഗത്തുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്. ഇത് വേറെ ഏതെങ്കിലുമല്ല, ഈ വേറെ ഒരു ഫൈൻഡിങ്, നമ്മൾ ആരും അറിയാത്തൊരു ഫൈൻഡിങ്, ഭയങ്കര കുഴപ്പം പിടിച്ച എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടെങ്കിൽ MP ഗോവിന്ദൻ പറഞ്ഞ CBI അന്വേഷിക്കട്ടെ. ഞാൻ FCR ന്റെ ലംഘനം നടത്തിയിരുന്നത് ഇത് പറഞ്ഞേക്ക്. ഞാൻ പേടിച്ചു വരുന്നത് ഇത് കേട്ടില്ലേ? ഞാൻ പേടിച്ചു വരുന്നതെന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് യാതൊരു വിരോധമില്ല. എൻ്റെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫൈൻഡിങ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് CBIക്ക് വിടുന്നതിൽ എനിക്ക് യാതൊരു പരാതിയില്ല. എൻ്റെ കേസിലായിക്കോട്ടെ, എനിക്ക് അതൊന്നും വിരോധമില്ല. ഞാൻ ആ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ആ ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്കിത് CBIക്ക് വിട്ടാൽ പേടിയെന്നാവും എൻ്റെ അർത്ഥം. അവർ ഒരു കേസ് CBI കൊണ്ട് അംഗീകരിക്കുന്നെങ്കിൽ എൻ്റെ കേസ് വിട്ടു CBIക്ക് വിട്ടു. ഉമ്മൻചാണ്ടിയുടെ സാറിൻ്റെ കേസ് വിട്ടാലേ അതുപോലെ എൻ്റെ കേസ് വിട്ടു. എനിക്കൊരു വിരോധമില്ല. ഞാൻ റെഡിയാണ്. അതാണ് ഞാൻ ഇതിൻ്റെ ഒരു ടൈമിംഗ് നോക്കണം. ഈ വാർത്ത കൊടുത്തത് ആ വാർത്ത കൊടുത്തവരോടാണ് ഞാൻ പറഞ്ഞത്. ഈ ചാനലുകൾക്ക് എത്തിച്ചത് കൊടുത്ത ചാനലുകളോടല്ല, അവർക്ക് വാർത്തയൊക്കെ കൊടുക്കാതിരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അത് കൊടുത്തവരോട് പറഞ്ഞാൽ മതി. ഞാൻ പേടിച്ചു ഭയങ്കര പേടിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫൈലിംഗ് നിങ്ങളുടെ കയ്യിൽ വിജിലൻസിനുണ്ടെങ്കിൽ ഇത് ഒരു വിരോധമില്ലാതെ CBI കിട്ടും. എല്ലാ ബോംബും ഒറ്റയടിക്ക് തെരഞ്ഞെടുപ്പാണല്ലോ പ്രശ്നം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാലോ. പ്രതിപക്ഷ നേതാവിന്റെ ചുമതല ആദ്യം ഒരു അന്വേഷണം നടത്തി ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് വീണ്ടും 8 മാസം മുമ്പ് ഇത് CBI അന്വേഷിക്കുന്ന കേസാണ് എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം നടത്തുക. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഞാനൊന്നും പറയില്ല. എന്നെ ഓരോരുത്തർ സഹായിക്കാൻ പല രീതിയിലും തീരുമാനിച്ചാൽ ഞാനും ചെയ്യാൻ പറ്റും. ഞാൻ വേണ്ടാതെ നിലപാടോടെ മുഖ്യമന്ത്രി ഓഫീസ് മുഖ്യമന്ത്രി വരും. ആർക്ക് അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനം എടുത്തോണ്ടേ മുഖ്യമന്ത്രിക്ക് അതിനകത്ത് അധികാരമുള്ള ആളല്ലേ തീരുമാനം എടുക്കാൻ പറ്റും. വിജിലൻസ് ഒരു റിപ്പോർട്ട് കൊടുത്താൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ സഹായിക്കാമോ? സഹായിക്കാൻ പാടില്ല. പ്രതിപക്ഷ നേതാവ് സഹായിക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾ എന്തായാലും സഹായിക്കാതെ ബന്ധമൊന്നുമില്ലല്ലോ. പ്രതിപക്ഷ നേതാവല്ലേ നമ്മുടെ സതീശനല്ലേ, ഒന്നും വേണ്ട എന്ന് വെച്ച് മടക്കി വയ്ക്കാൻ പാടില്ലല്ലോ. അദ്ദേഹം അങ്ങനെ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ ഉടനെ അതിന്റെ നടപടിക്രമം അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അത് ചെയ്യണം. അത് ചെയ്യണ്ടല്ലേ? ഞാൻ നിയമപരമായി പറയുന്ന കാര്യങ്ങൾ വെല്ലുവിളിയാണ്. നിയമപരമായി ഒരു ഫേവർ വേണ്ടെന്ന് പറയും. ഒരു ഫേവർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 2 മാസം പോലും ഇല്ല. മാർച്ച് 1 ദിവസം പോലും ഇല്ല. അതിനു മുമ്പ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് CBI അന്വേഷണം എപ്പോഴും തീരുമാനിക്കുക നടത്തട്ടെ. അത് ഞാൻ നേരിട്ട പോലെ ഞാൻ വ്യക്തിപരമായി നേരിടും. വ്യക്തിപരമാണ് ഏത് അത് ഞാൻ പറഞ്ഞോളാം. അത് ആരാണ് തെരഞ്ഞെടുപ്പിന് ഇതിന് മറുപടി പറഞ്ഞ് വിഷമിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. എനിക്കൊരു പ്രശ്നം CBI കേസ് എടുക്കണമല്ലോ. ഞാൻ പറഞ്ഞില്ല